ഹലോ ഹലോ വല്ലതും നടക്കോ? കൊറേ നേരം കഴിഞ്ഞില്ലേ നിങ്ങളുടെ റെഡി ആവല്? എന്താ സംഭവം? നിങ്ങൾ സമയം എന്താ എന്നോടാ? നമ്മുടെ സ്വന്തം പരിപാടിയല്ലേ, വാ നമുക്ക് അങ്ങനെ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞുതരാം. ഓ, നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ഇൻട്രോ വരുന്നേ. ലൈക്ക് ഒരു പോഡ്കാസ്റ്റിന് ഇങ്ങനെ ഒരു ഇൻട്രോ, അത് ഭയങ്കര ന്യൂ അല്ലേ? മാത്രമല്ല എന്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് അറസ്റ്റ് ചെയ്യലൊന്നുമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് കാഷ്വലി ടോക്ക് ചെയ്ത് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. ഓക്കെ. സോ നമ്മൾ പുതിയ ആൾക്കാരാണ്, വളരെ പുതിയതാണ് ഞങ്ങൾക്ക് എല്ലാതും. ഞങ്ങൾ ഇവിടെ ക്ലംസി ആയിട്ട് നടക്കണം കണ്ടപ്പോൾ തന്നെ ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാറില്ല, എല്ലാവരും തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ചേച്ചിയുടെ പോഡ്കാസ്റ്റ് വെർജിനിറ്റി ഇപ്പോൾ പോവാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പോഡ്കാസ്റ്റ് എന്ന പേരിൽ ഡെഫിനറ്റ്ലി ഇത് ഐ തിങ്ക് ഇറ്റ്സ് എ സെക്കൻഡ് ടൈം. ഓക്കെ. ഇതിന് മുൻപ് ഒരു പോഡ്കാസ്റ്റ് ലെവൽ ഷൂട്ട് നടന്നിരുന്നു, പക്ഷെ അതൊരു പോഡ്കാസ്റ്റ് പോലെയല്ല വന്നത്, ഒരു ഇന്റർവ്യൂ പോലെയാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ അറിവിൽ എങ്ങനെയാണ് ഒരു പോഡ്കാസ്റ്റ് സെറ്റിംഗ് ഓർ ലൈക്ക് പോഡ്കാസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു തോട്ട് എന്താണ്, ഒരു ക്വിക്ക് തോട്ട് പറയുകയാണെങ്കിൽ? എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ ഓരോരോ വിശേഷങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ അത് ചില ആൾക്കാരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാറുണ്ട്. ചിലവർ നമ്മളിപ്പോൾ ഒരു വീട്ടിലിരുന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു ലെവലിലും ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ജനറലി പോഡ്കാസ്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇൻ്റർവ്യൂസിനേക്കാളും കുറേ കൂടി ഒരു ലൈവ്ലിയും കുറേ കൂടിയും നമ്മളായിട്ട് സംസാരിക്കുന്നത് പോഡ്കാസ്റ്റിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, നമുക്ക് അങ്ങനെ ഒരു ഫോമാറ്റ് ഒന്നും ഇല്ല ആക്ച്വലി. നമ്മൾ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യണേ, എവിടുന്നാണോ എൻഡ് ചെയ്യണേ, നമ്മളറിയാതെ തന്നെ അങ്ങനെ ഫ്ലോയിൽ പോകുന്നത്. അതെ. ബിഫോർ ദാറ്റ് ഞങ്ങൾ പുതിയ ആൾക്കാരാണ്, ഞങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു തമ്മിൽ. ഞാൻ വൃഷാലി. ഞാൻ മെൽബിൻ. ഞാൻ യാസീൻ. ഞാൻ നിമ്മി. നിമ്മി ചേച്ചിനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല ആക്ച്വലി. നമുക്ക് കാരണം എല്ലാവരുടെയും വീട്ടിലൊരു അംഗം പോലെ ഫെമിലിയർ ആണ് ചേച്ചിയുടെ വോയിസ് ആക്ച്വലി. ഞാൻ ഇവിടെ വന്നിട്ട് 3 ആഴ്ച ആയിട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ ഡെയിലി കേൾക്കണ ഒരു വോയിസിൽ ഒരാളുടെ ചേച്ചിയുടെ ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടുകാരെ കേൾക്കണ പോലെ തന്നെ ചേച്ചിയുടെ വോയിസും കേൾക്കുന്നുണ്ട്. വെൽക്കം ടു ദുബായ്. ഓ, താങ്ക് യു. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു. എങ്ങനെയുണ്ട് ദുബായിൽ വന്നിട്ട്? ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, എനിക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് എല്ലാവർക്കും തോന്നും. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ തന്നെ നിൽക്കണം, ഇവിടെ തന്നെ നിന്ന് ഇവിടത്തെ എക്സ്പ്ലോർ ചെയ്ത്. പിന്നെ കുറച്ച് നാളോട് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകാനായിരിക്കും വിഷമം, ഇവിടത്തെ ആളായിട്ട് അങ്ങ് മാറും. അതെ. ഞാൻ വിസിറ്റിൽ വന്നിട്ട് ഉടനെ തിരിച്ചു പോകാൻ വന്ന ഒരാളാണ് നമ്മുടെ എതിർവശത്തിരിക്കുന്നത്. അതെ, പോകാറില്ല, 3 വർഷമായി. ഇപ്പൊ അവൻ വിസിറ്റ് പോകും, ഇവിടെ നാട്ടിൽ പോകും. നാട്ടില് 2 ദിവസം 3 ദിവസം അല്ലാണ്ട് സ്ഥിരം എവിടെയാ നാട്ടിൽ വിസ എടുത്ത് പോകേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെ. സോ എവിടുന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ പോലെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ചേച്ചി. ഞങ്ങൾക്ക് കുറച്ച് ചേച്ചിയുടെ അടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് സംസാരിക്കുന്ന രീതിയിൽ ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്. ആൻഡ് ചായ മാത്രമില്ല ചായ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വൃഷാലി ഓടിപ്പോയി പുറകിൽ ചായ എടുത്തിട്ട് വൃഷാലി തന്നെ ഇവിടെ വന്നിരിക്കും. അതാണ് നമ്മുടെ ഒരു കൈ നീണ്ടു വരുന്നത്. എല്ലാരും എന്നിട്ട് കുഴപ്പമില്ല. സോ എവിടുന്നായിരുന്നു എല്ലാത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ ചോദിക്കാം അല്ലെ വെൽബിൻ ചേട്ടാ? നമുക്ക് അറിയാമല്ലോ. നിമ്മിയുടെ തുടങ്ങുവാണെങ്കിൽ നമ്മൾ സിംഗ് ആൻഡ് വിന്നിലാണ് നിമ്മിനെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ അന്ന് ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതൊക്കെ എനിക്ക് നല്ല പ്രായമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്താണ് എല്ലാവരും കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു നാട്ടിലെ ആ സിംഗ് ആൻഡ് വിൻ അന്ന് ഫെമിലിയർ ആയിരുന്നു. ടെലിവിഷനിൽ ഒരു പോപ്പുലർ ആയിരുന്ന സമയത്ത് ആ ദുബായിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ അതെങ്ങനെയാണ് ഫീൽ ചെയ്യുക? അതെങ്ങനെയായിരുന്നു ട്രാൻസിഷൻ വന്നത്? ട്രാൻസിഷൻ ഞാൻ കല്യാണം കഴിച്ച് വന്നത് തന്നെയാണ് ദുബായിലേക്ക്. ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി ട്രാൻസിഷൻ ആയിരുന്നു. ഞാൻ വന്ന് ഒരു 2 years കഴിഞ്ഞപ്പോൾ തന്നെ ഹിറ്റ് FM ജോയിൻ ചെയ്തു. ഞാൻ വളർന്നത് ഹിറ്റ് FM തന്നെയാണ് വളർന്നത്. കൂടുതലും ലൈഫ് എക്സ്പ്ലോർ ചെയ്തതും വേൾഡ് എക്സ്പ്ലോർ ചെയ്തതും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാ രീതിയിലും എൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ പ്രായം മാത്രമല്ല, മനസ്സിൻ്റെ വളർച്ച എല്ലാം നടന്നിരിക്കുന്നത് ഹിറ്റ് FM ജോലിക്ക് വന്നതിന് ശേഷം, ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ്. സോ ട്രാൻസിഷൻ അത് തന്നെയാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്നത് തന്നെയാണ്.
പ്രായത്തിൽ ഈ നമ്പറിൽ മാത്രമേ വളർച്ച വന്നിട്ടുള്ളൂ. മമ്മൂട്ടിയെ പോലെ. അതെ, ഇതിപ്പോൾ അതെ, നമ്മൾ മുഖത്തിന് ഒട്ടും പ്രായം തോന്നിക്കുന്നില്ല. ഹൗ ഡു അതെങ്ങനെ പുറകോട്ട് റിവേഴ്സ് ആയിട്ട് പോകുന്നെന്ന് പറയാമോ? അല്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രായത്തിന്റെ ലുക്ക് തന്നെയുള്ള ആള് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഒരുപാട് പ്രായം ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ഇല്ല, അത് അതാകാനൊരു സാധ്യത ഞാൻ പറയാം. അത് തെറ്റിദ്ധാരണയല്ല, വാസ്തവമാണ്. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് മുന്നേ തൊട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻഡ് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ പ്രായത്തെക്കാളും കൂടുതൽ കാഴ്ചക്ക് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ടെലിവിഷനിൽ കാണുന്ന സമയത്തുള്ള ആ ഒരു ഏജ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നുള്ള ആർക്കും അറിയായിരുന്നത് ഞാൻ സ്കൂളിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കുറേ കൂടി പ്രായമുള്ള ഒരാളാണെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് അവർ ആ ഒരു കാൽക്കുലേഷനിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു പ്രായത്തിലേക്ക് എൻ്റെ ലുക്ക് മാച്ച് ആവുന്നില്ല, അതിൽ എങ്ങാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ എക്സാക്ട് എൻ്റെ ഏജിലുള്ള ആൾക്കാരുടെ ആ ഒരു രീതി തന്നെയാണ് ഞാനും നിൽക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് പൊതുവേ ഉള്ള സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറെയൊക്കെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഹെയർ സ്റ്റൈലിലെ ചേഞ്ച് എനിക്ക് തോന്നുന്നു കുറേ ചേഞ്ചസ് എൻ്റെ ഫേസിൽ കാണുന്ന അത് നല്ല കഷ്ടപ്പെടണം, സ്കിൻ കെയർ ചെയ്യണം. കൊറിയൻ ഇൻഫ്ലുവൻസ് ഉണ്ട് ഒരു. ഞാൻ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 3-4 years ആയിട്ട് ശരിക്കും ടേക്ക് കെയർ ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കുറെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്കിൻ കെയർ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൂടുതലും ചെയ്യുന്നതും സ്കിന്നിനെ കുറിച്ചിട്ടുള്ള പ്രോഡക്ട്സും പിന്നെ കൂടുതലും ഫാഷനും അതിനെക്കുറിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് പറ്റാകുന്ന അത്ര ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ആകെ റിപ്ലൈ കൊടുക്കാത്തത് ഹലോ ഹായ് എന്നുള്ള മെസ്സേജിന് മാത്രമാണ്. സ്കിൻ കെയറിനെ കുറിച്ച് അതിനെ ഫോക്കസ് ചെയ്ത് ചാനൽ തുടങ്ങിക്കൂടെ നിമിക്ക്? ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാര്യം അതെന്താന്നും കൂടി പറയാം. ബിക്കോസ് എനിക്ക് എന്തെങ്കിലും ഏറ്റെടുത്താൽ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള ഒരാളാണ്. വെറുതെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അത് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനും മടിയാണ്. ബിക്കോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യമില്ല. അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ആൻഡ് എനിക്കറിയില്ല ഇപ്പം എനിക്കത് ചെയ്യാനായിട്ടുള്ളൊരു ഇപ്പോഴാണ് റൈറ്റ് ടൈം. പക്ഷെ അതിനുള്ള ഒരു സമയവും സാവകാശവും സാഹചര്യവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയാൻ കാര്യം ഇപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നു, നിമി ഇടയ്ക്ക് വന്ന് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് അഡ്വൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ അല്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാം. അത്രയും ഒരു ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡിയാസ് കൊടുക്കാനുള്ള ലെവലിൽ എനിക്ക് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തന്നെയാണ് നമ്മളത് പ്രൂവ് ചെയ്ത ആളാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് പേടിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് റിസൾട്ട് വരുമോ എന്നുള്ളത് എനിക്ക് ടെൻഷനാണ്. ഞാൻ എനിക്ക് വർക്ക് ആവണമെന്ന് മേ ബി ഒട്ടുമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയും, ഇത് എൻ്റെ സ്കിന്നിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ്, ഇത് ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ ഇത് നേരെ തിരിച്ചാകും ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം റിസൾട്ട് വന്നു എന്ന് വരും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കല്ലാതെ ആ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിവില്ല. ബിക്കോസ് എന്നെ കാണുന്ന ആൾക്കാർക്ക് പലതരം സ്കിൻ കെയറാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ സ്കിന്നിൽ നിന്ന് മാറി നിൽക്കുന്ന വേറൊരു സ്കിന്നുള്ള ഒരാൾക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെ അറിവില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതാ പറഞ്ഞത്. അപ്പം എന്നാൽ പിന്നെ ഞാൻ അതിന് പഠിക്കാനിരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. പഠിക്കണമെങ്കിൽ എഗെയിൻ ഞാൻ അതിനൊരു സമയം മാറ്റി വെക്കണം. അപ്പം എനിക്കിപ്പോൾ ഓൾറെഡി ഞാനൊരു 8 hours ജോബ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ വീക്കെൻഡ്സ് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റും അല്ലെങ്കിൽ പേഴ്സണൽ ഇവൻറ്റ് ഉണ്ടാകാം, പിന്നെ ഷൂട്ട്സ് ഉണ്ട്, പിന്നെ സ്വന്തം പേജിന് വേണ്ടിയിട്ടുള്ള ചെറുതാണെങ്കിലും അതിനൊരു ടൈം ഉണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് മടിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ലേസി ആണെന്ന് തന്നെ എനിക്ക് പറയാമില്ല. കാരണം ഇതിലും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാതെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഓരോന്ന് ചെയ്ത് പക്ഷെ ഞാൻ അങ്ങനെ അല്ല. കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫും വർക്ക് ബാലൻസ് ആണ്. എനിക്ക് വർക്ക് പറ്റില്ല. കമ്മിങ് ടു ദാറ്റ്, ആക്ച്വലി ലൈക്ക് എങ്ങനെയുണ്ട് റേഡിയോ ജേർണി? എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടി? ഹൗ ആർ യുവർ ഡേയ്സ് ഗോയിങ്? ലൈക്ക് ഒരു സ്കെഡ്യൂൾഡ് ആണോ ഫുള്ളായിട്ട്? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്കെഡ്യൂൾ ആണല്ലോ. ബിക്കോസ് എല്ലാവർക്കും ഓരോ ഷോ ഓരോ ടൈമാണ്. അപ്പം അതുകൊണ്ട് ഡെയിലി നമ്മളുടെ എല്ലാ ദിവസവും സെയിം തന്നെയാണ് റൊട്ടീൻ പോകുന്നത്. പക്ഷെ ഓൺ എയർ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഫ്രഷ് പുതിയ ചാപ്റ്ററാണ്. ബിക്കോസ് നമ്മൾ പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് എന്നും സംസാരിക്കുന്നത്. ആൻഡ് പുതിയ കുറേ സെറ്റ് ഓഫ് ലിസണേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മുടെ ദിവസം സെയിം തന്നെയാണ്. കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓരോ മൂഡ്, എല്ലാ ദിവസവും
ദിവസവും നമുക്ക് ഒരേപോലെ ആയിരിക്കണമെന്നില്ല. പല ബുദ്ധിമുട്ടുകളും, മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അസുഖങ്ങളുണ്ടാവാം, വയ്യാതിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇത്രയും ലൈവായിട്ട് ആ ഷോയുടെ ടൈമിൽ ഇത്രയും ലൈവായിട്ട് ആക്റ്റീവായിട്ട് അതെങ്ങനെ അതിൽ എന്താ എനിക്ക് ചെയ്യുന്നത്? തോന്നുന്ന ഒരു നല്ല ശതമാനം റേഡിയോ പ്രസൻറ്റേഴ്സിനും അവരുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് റിലാക്സ്ഡ് ടൈം അവർ ഓൺ എയർ ഇരിക്കുമ്പോഴാണ്. ഓ അത് ശരി. ദാറ്റ്സ് എ ന്യൂ തോട്ട് ആക്ച്വലി. ഞാൻ വിചാരിച്ചു Seriously, ഭയങ്കര എപ്പോഴും tense അതായത് ഇപ്പം നമ്മളിപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ അടുത്ത് ഇതിന് മുൻപും ഒരുപാട് ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരിക്കലല്ല. ഇപ്പം ഒരാളുടെ ലൈഫിൽ നമ്മൾക്ക് വെച്ചാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ചിലർ ചെയ്യുക നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇരുന്ന് കാണും, ചിലവർ അവരുടെ ഫേവറേറ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ടിരുന്ന് കഴിക്കും, ചിലവരൊന്നും ചെയ്യില്ല കിടന്ന് ഉറങ്ങും, ചിലർ വായിക്കും, ചിലർ അതായത് ഓരോരുത്തർക്കും അവരവരുടെ ഒരു ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വയം റിലാക്സ് ചെയ്യിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ആ മീ ടൈം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഇപ്പം സ്ട്രെസ് ഉള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ടെൻഷൻസ്, സങ്കടമുള്ള ദിവസമുണ്ട്. പക്ഷെ ഞാൻ എപ്പോൾ ഓൺ എയർ വന്നിട്ട് നമ്മൾ ആ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു 5 hours പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ ഭാരം അങ്ങ് കുറയണ പോലെ. കാരണം വളരെ മനസ്സ് തുറന്ന്, ഹാർട്ട് ഇങ്ങനെ തുറന്ന് നല്ല ത്രോട്ട് ഓപ്പൺ ആക്കി നല്ല ഇവിടുന്ന നമ്മൾ ഹായ് ഹലോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയല്ല, ചിലപ്പോൾ നമ്മൾ ഒന്ന് അലറി കരഞ്ഞാൽ നമ്മുടെ വിഷമം പോകും എന്ന് പറയുന്നത് ബിക്കോസ് നമ്മുടെ മനസ്സിലിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ തുറന്നൊന്ന് സന്തോഷിച്ചിട്ട് നമ്മൾ ഹലോ ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ സ്ട്രെസ് കുറഞ്ഞു ഭയങ്കര റിലാക്സ്ഡ് ആവും. കാരണം നമ്മൾ അപ്പുറത്തുള്ളവർ ഹാപ്പി ആക്കാണല്ലോ നമ്മുടെ വോയിസ്. അത് നമ്മൾ എന്താ പറയുക അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങ് സന്തോഷം ഉണ്ടാക്കി ചെയ്യുന്നതല്ല, അതങ്ങ് വരുമോ, അത് ഫസ്റ്റ് നമ്മൾ ആ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് ആ മനസ്സ് തുറന്നങ്ങ് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ദീർഘശ്വാസം. അതായത് ഓക്കെ നോ പ്രോബ്ലം, എല്ലാ പ്രശ്നവും തീർന്ന്. പിന്നെ നമ്മൾ ആ 5 hours ഭയങ്കര സന്തോഷമായിട്ടാണ് ചെയ്യുന്നത്, സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ചേച്ചി ഈ RJ ജേർണിയിൽ വന്നതിന് ശേഷം ഭയങ്കര വിയേർഡായിട്ട് എപ്പോഴേലും ഒരു കോളർ വരിക അല്ലെങ്കിൽ ഒരു കോളർ വന്നിട്ട് സംസാരിക്കുക, അയ്യോ ഇത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുമെന്ന് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ വളരെ അങ്ങനത്തെ സിറ്റുവേഷൻസ് കുറവാണ്. ബിക്കോസ് നമ്മളത് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ബിക്കോസ് നമ്മളുടെ സ്റ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി റേഡിയോ സ്റ്റേഷൻസിലെ പോലെ ഇൻകമിങ് കോൾസ് ഇല്ല നമുക്ക് ഔട്ട് ഗോയിങ് കോൾസ് ആണ് കൂടുതലും. ബിക്കോസ് നമ്മൾ വരുന്ന മെസ്സേജുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആൾക്കാരെ വിളിക്കുന്നതാണ്. സോ റാൻഡം ആയിട്ടുള്ള കോളുകൾ നമുക്ക് വരില്ല ബിക്കോസ് ഇൻകമിങ് കോൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. എങ്കിലും ഒരിക്കൽ ഒരു ലിസണർ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, നിമ്മിയുടെ ചിരി ഭയങ്കര മോശം, ഭയങ്കര എന്താ പറയുക, കേൾക്കാനൊട്ടും രസമില്ല, അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തോ ഒരു പോലെ കേട്ടോ. കുറേ മുന്നേ എന്തായാലും ബേസിക്കലി ഓൺ എയർ ചിരിക്കുന്ന കേൾക്കുമ്പോൾ എന്തോ പോലെ, അവർക്ക് എന്തോ ദേഷ്യം വരണ പോലെ, ഇഷ്ടമല്ലാത്ത പോലെ, ബാക്കിയൊക്കെ നല്ലത്, പക്ഷെ അതൊന്ന് ഇതാക്കാവൂന്ന് വെച്ചപ്പം എനിക്കറിയില്ല എന്താന്ന് പറഞ്ഞു, അയ്യോ ഞാൻ തീർച്ചയായിട്ടും ഞാനത് നോക്കാം, ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തോ, എനിക്ക് തന്നെ ഓർമ്മയില്ല, എന്തോ പറഞ്ഞു. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചോ? അത് നന്നായി ബാധിച്ചോ? അല്ല, ആരെയും ബാധിക്കുമല്ലോ. അതായത് നമ്മളെ എത്രയോ ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏതോ ഒരാള് ഫോണിൽ എന്നോട് പറയാം നിമ്മിയുടെ ചിരി കൊള്ളില്ല എന്ന് പറയുമ്പോൾ, ഇനി അത് സത്യമാണെങ്കിലും ഞാൻ പറയണില്ല എൻ്റെ ചിരി ഭയങ്കര നല്ലതാ, നമുക്ക് ചിരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ എങ്കിൽ കൂടിയും എല്ലാവരും കേൾക്കെ നമ്മളെ താഴ്ത്തി പറയുമ്പോൾ അതും എഗെയിൻ ഞാൻ പറയാലോ, പരിചയമില്ലാത്ത ഒരാളാണല്ലോ. ഇപ്പം നമ്മളെ ഇപ്പം വൃഷാലി എന്നെ സ്ഥിരം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ എനിക്ക് ആദ്യം കാണുമ്പോൾ എനിക്ക് വൃഷാലി സ്ട്രേഞ്ചറാണ്. ബിക്കോസ് എനിക്ക് അറിയില്ല വൃഷാലിക്ക്, പക്ഷെ ഞാൻ സ്ട്രേഞ്ചർ അല്ല, കാര്യം എന്നെ എന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ആ ഒരു പരിചയത്തിന്റെ മേളിലോ അല്ലെങ്കിൽ അങ്ങനെ പറയാം എന്നുള്ള ഒരു ഫീലിലോ ആയിരിക്കും വൃഷാലിന്റെ അടുത്ത് പറയുന്നേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയില്ല വൃഷാലിനെ. വൃഷാലിക്ക് എന്നോട് സ്നേഹം കൊണ്ട് പറയാണോ അതോ ദേഷ്യം കൊണ്ട് പറയാണോ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാള് സംസാരിച്ച് അയാൾ ഫ്രേസ് ചെയ്യണ സാധനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു അന്ന്. പക്ഷെ ഇമ്മീഡിയറ്റ്ലി എൻ്റെ സ്ക്രീൻ മുഴുവൻ മെസ്സേജുകളായിരുന്നു. അതായത് നിമ്മി ഒരിക്കലും അത് എനിക്ക് തോന്നുന്നു എൻ്റെ ശബ്ദത്തിൽ തന്നെ ചിലപ്പം ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവാം, ഒന്നല്ലെങ്കിൽ ഞാൻ ചമ്മി അല്ലെങ്കിൽ എനിക്ക് വിഷമമായിട്ടുണ്ട്, അതെന്തോ എന്നെ
എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായിട്ടാണോ അത് പറഞ്ഞത് ഒരിക്കലും കേൾക്കരുത്, നിമ്മിയുടെ ചിരിക്ക് ഞങ്ങൾക്ക് ഒരു ഇത് തോന്നിയിട്ടില്ല, നല്ല ചിരിയാ, ചിരിച്ചുകൊണ്ട് തന്നെ ഷോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അതൊരു സത്യമാണ്. ആ സത്യത്തെ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അതിപ്പോ നമ്മൾ എത്ര നല്ലവരാണെങ്കിലും ആ നമ്മളുടെ നന്മയെ തിരിച്ചറിയാൻ പറ്റാത്തവരും ഉണ്ട്, തിരിച്ചറിയുന്നവരും ഉണ്ട്. ഇപ്പം നമ്മൾ നല്ല കാര്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അഭിനയമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അത് റിയൽ ആയിട്ട് ചെയ്യുന്നവരാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെന്താ വെച്ചാൽ ഓണർ വന്ന് പറയുമ്പോൾ അതൊരു എന്നൊക്കെ പറയാൻ നമ്മൾ ചമ്പും. എന്തായാലും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മളെ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ പിന്നെ എനിക്കൊന്ന് ഞാൻ തുടക്കകാലമായിരുന്നു തോന്നുന്നു, എനിക്ക് ആ ഒരു സമയത്തായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സിൽ അജുവിനെ പോലെ ആരും വന്നിട്ടില്ല. ഇല്ല സർപ്രൈസ് തരാനായിട്ട് കൂടെ സർപ്രൈസ് എല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു ലെവൽ ഓഫ് സർപ്രൈസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് വന്നിട്ട് ഒരു ഹ്യൂജ് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടീം. ബിക്കോസ് ഞാൻ ആ കാലഘട്ടത്തിൽ എൻ്റെ ഷോയുടെ ഒരു സെഗ്മെന്റ് ആയിരുന്നു ഞാൻ ആൾക്കാരുടെ വീട്ടിൽ പോയി സർപ്രൈസ് ചെയ്യാന്ന്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ പോയി സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വീട്ടുകാർ എൻ്റെ ബർത്ത്ഡേക്ക് അവരൊരു ഫുൾ ഗ്യാങ് ഭയങ്കര വലിയ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ച് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്ന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവരൊന്ന് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് തന്നില്ല, അപ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്തതാ തിരിച്ച് ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പം അങ്ങനെ വലിയൊരു സർപ്രൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ടും എൻ്റെ കൊളീഗ്സൊക്കെ ഭയങ്കര ബർത്ത്ഡേക്ക് ഇപ്പം എൻ്റെ കോ ഹോസ്റ്റ് മിഥുനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മേക്ക് ഷുവർ ചെയ്യും എൻ്റെ ബർത്ത്ഡേ. അല്ലെങ്കിൽ അല്ലാതെ ദിവസങ്ങളിലും എനിക്ക് ഫേവറേറ്റ് ഫുഡോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് ലൈക്ക് അങ്ങനെ ലൈഫിൽ അതിനൊന്നും എനിക്ക് ഒരു കുറവില്ല. ദൈവത്തിനോട് നന്ദി. അതെ ഹിറ്റിൽ കണ്ടിട്ടുണ്ട് എല്ലാവരുടെ ബർത്ത്ഡേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തന്നെ ഭയങ്കര വൈബ്രന്റ് ആക്ച്വലി. ലൈക്ക് നിങ്ങളുടെ എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇത്ര കണ്ടന്റ് ഒക്കെ കിട്ടിപ്പോണേ. ലൈക്ക് നമ്മൾ അതായത് നിങ്ങൾ ട്രെൻഡ് ഒക്കെ അങ്ങ് ഇറക്കി വിടുക അല്ല. എൻ്റെ കാര്യം പറയാം, നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ ആദ്യത്തെ കുറച്ച് നാളെ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മൾ അതിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റും ഇതുപോലത്തെ സംഭവങ്ങളെ നമ്മൾ കാണും. അത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമ്മളൊരു ഇപ്പം ഞങ്ങൾ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാം, അതായത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയുള്ളൂ. ഓക്കെ ഇപ്പം ഇങ്ങനെ ഒരു റീല് ഉണ്ടല്ലേ, ട്രെൻഡിങ് ആണല്ലേ, എന്നാൽ പിന്നെ അത് ചെയ്തിടാല്ലേ. കാര്യം നാട് ഓടുമ്പോൾ നടുവേ ഓടുകണം എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ ജോലിയിൽ മസ്റ്റാണ് അത് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യില്ലേ എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് ഒരാളത് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ യെസ് ഞാൻ കണ്ടിരുന്നു അത് ഇങ്ങനത്തെ ഒരു സാധനമല്ലേ, അത് അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിയും, നമ്മൾ വന്നിട്ട് ഓരോന്ന് ചെയ്യും. ചേച്ചിയുടെ ലൂപ്പിലുള്ള പാട്ട് ഏതാ ഇപ്പം എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ട്? അങ്ങനെ ഒരു പാട്ട് അങ്ങനെ ലൂപ്പിൽ അങ്ങനെ ഇല്ല. ഞാൻ എല്ലാ പാട്ടും മാറി മാറി കേൾക്കുന്ന ഒരാളാണ്. ഒരു ഭയങ്കര മോഹൻലാൽ ഫാനാണ് എന്നുള്ളത്. ഭയങ്കര മോഹൻലാൽ ഫാനാണ്. ലാലേട്ടനെ പോലെ എനിക്ക് ഒരാളോടും ആരാധന തോന്നിയിട്ടില്ല. ഞാൻ അത് എനിക്കറിയില്ല, അത് വേറെ ലെവൽ. ദുബായിലെ ഏത് പൂച്ചക്കുട്ടിക്കും അറിയാം. പിന്നെ ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത് കൈരളി ഈ ചാനലിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം അന്നും അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണെന്നുള്ളത്. അപ്പം ഏതോ ഒരു സീസണിൽ ലാലേട്ടൻ അവിടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കൈരളിക്ക് രണ്ട് ഇതുണ്ട്, ഓഫീസുണ്ട്. ഒന്ന് എറണാകുളത്തും ഉണ്ട്, കാക്കനാട്, ആൻഡ് ഒന്ന് ട്രിവാൻഡ്രത്താണ്. സോ മോസ്റ്റ്ലി മെയിൻ ഓഫീസ് ട്രിവാൻഡ്രമാണ്. അപ്പം എല്ലാ ട്രിവാൻഡ്രത്ത് നിന്നാണ് പോവാറുള്ളത്. ആകെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് മാത്രമാണ് കാക്കനാട് നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എപ്പോഴും ഷോ കാക്കനാട് നിന്നായിരുന്നു പോകുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ എന്തുകൊണ്ടോ കാക്കനാടാണ് ഷൂട്ടിംഗ് വെച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഷോ പ്രൊഡ്യൂസേഴ്സിനൊക്കെ അറിയാം ഞാൻ ഭയങ്കര കട്ട ഫാനാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കാര്യം വേഗം വാ ലാലേട്ടനെ കാണാമെന്നിട്ട് ഞാനും അമ്മയും കൂടി വേഗം റെഡിയായി ടാക്സിയൊക്കെ എടുത്ത് പോയി. അപ്പോൾ ഞാൻ ഫുൾ പ്രാക്ടീസാണ് ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം അങ്ങനെ പറയാം. ഞാനിങ്ങനെ ചെന്ന് മേക്കപ്പ് റൂമിലോട്ട് അങ്ങ് കയറലും ലാലേട്ടൻ മേക്കപ്പ് റൂമിൽ നിന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം. എനിക്ക് ഇപ്പം കൂടി അത് പറയാൻ പറ്റും. ഞാനിങ്ങനെ എനിക്കിങ്ങനെ ശ്വാസം വെള്ളോട്ട് കയറിയിട്ട്, അതായത് നമ്മൾ പറയില്ല എന്തോ ലൈക്ക് സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ലാലേട്ടനെ. എനിക്കിങ്ങനെ ലാലേട്ടനെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് എന്താ പറയണത്, എനിക്ക് ഒരക്ഷരം ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയില്ല. എനിക്കിങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ശ്വാസം വെള്ളോട്ട് കയറിയിട്ട് താഴേക്ക് വരണ്ടേ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലാലേട്ടൻ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ അങ്ങ് റെക്കോർഡിങ്ങിന് സ്റ്റുഡിയോയിലോട്ട് പോയി.
എൻ്റെ അമ്മ എന്നെ അവിടെ പിടിച്ചിട്ട് എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തതാ, ഒന്ന് വാ തുറന്നില്ല. ലാലേട്ടൻ, ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണെന്നെങ്കിലും അമ്മ എനിക്ക് ഇത്ര ക്ലോസ് ആയിട്ട് ലാലേട്ടൻ വന്ന് നിന്നപ്പോൾ എനിക്കിപ്പോൾ കൂടി പറയുമ്പോൾ അത് ആ ഫീലാണ്. അത് അയ്യോ, അതെൻ്റെ ലൈഫിൽ ഞാൻ മറക്കില്ല. എൻ്റെ ഫസ്റ്റ് ടൈം എവർ ഞാൻ ലാലേട്ടനെ കാണുന്നത് ആ ഒരു സമയത്ത് വെച്ചിട്ട്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഫീൽഡും ഇങ്ങനെ സ്റ്റേജ് ഷോസും ഹോസ്റ്റിങ്ങും ഒക്കെ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ലാലേട്ടൻ്റെ അടുത്ത് ലാലേട്ടനെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. ലാലേട്ടൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കമന്റ് ചെയ്യണം. ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പൊ കാണണം പ്ലീസ്. കണ്ടിട്ട് ഇന്നേ വരെ എന്തെങ്കിലും സംസാരിച്ചിട്ടില്ല, എന്തെങ്കിലും മിണ്ടിയോ എനിക്കറിയില്ല. അതെ, അപ്പൊ ലാലേട്ടനോട് ദുബായ് പ്രേക്ഷകരുടെ ഒരു റിക്വസ്റ്റ് ആണ്, അടുത്ത തവണ നിമ്മിയെ കാണുമ്പോൾ ഇതെന്തറിയോ മിണ്ടാൻ പറ്റാനില്ല. ഈ സ്നേഹവും ആരാധനയും ബഹുമാനവും ഒക്കെ അങ്ങോട്ട് കൂടിയിട്ട് നമുക്ക് മിണ്ടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം സ്റ്റക്കായി പോകും. ഈ പ്രാവശ്യം എക്സ്പോയിൽ വന്നപ്പോൾ ചേച്ചി ഹോസ്റ്റ് ചെയ്യാൻ ഇല്ല, എക്സ്പോയില് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു. അപ്പം മിഥുനായിരുന്നു അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് പറഞ്ഞ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് 2 ദിവസം മുന്നേ ആയിരുന്നു അത്. അപ്പോഴും ഞാൻ ഇതുപോലെ മിഥുന് മെസ്സേജ് ഉണ്ടായിരുന്നു, ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആ, നമുക്ക് ഫുള്ള് മറ്റേ ലൈറ്റൊക്കെ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിപ്പിച്ച്. പക്ഷെ നല്ല രസമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്തു ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് അന്ന് മിസ് ചെയ്തു ലാലേട്ടന്. ചേച്ചി, ഈ ഇത് ഭയങ്കര റിലവൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു സംഭവമാണ്, നമ്മൾ ഈ സോങ്സ് കേൾക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ കാലത്തെ സോങ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് അത് ഭയങ്കര നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല കുറേ ലിറിക്സ് ഒക്കെ വരുന്നത്. അതായത് അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പലർക്കും അത് ഇതായിപ്പോൾ. പക്ഷേ ചേച്ചിയുടെ കൈൻഡ് ഓഫ് സോങ്സ് എങ്ങനെയാണ്, ചേച്ചിക്ക് അതിനോടുള്ളൊരു ടേക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു, കാരണം ചേച്ചി പാടുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് കുറേ കൂടി മെലഡീസാണ് ഇഷ്ടം. പിന്നെ ഈ കാലഘട്ടത്തിൽ ുള്ള ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്ങും അതൊക്കെ നമുക്കറിയാമല്ലോ, ഇപ്പം പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഞാൻ സ്റ്റേഷൻ്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. ബിക്കോസ് എനിക്കിഷ്ടമുണ്ടോ ഇഷ്ടമല്ല എന്നുള്ളതല്ല, നമ്മളുടെ ലിസണേഴ്സിന് ഒരുപാട് ആൾക്കാർക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മെലഡീസിന് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അതൊരു ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള സംഭവം, ഓരോരുത്തർക്കും പല പല ടേസ്റ്റുകളാണ്. എനിക്ക് കൂടുതലും മെലഡീസിനോട് തന്നെയാണ് ഇഷ്ടം. അത് ഇപ്പോഴും പുതിയ സിനിമകളിൽ ഇപ്പോൾ ഒരു മിന്നൽവാള വന്നാൽ ഞാൻ മിന്നൽവാളയുടെ മുന്നാലെ പോകും. അതേ സമയത്ത് വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ലിറിക്സും സ്റ്റൈൽ ഓഫ് സിംഗിങ്ങും വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കേൾക്കുമായിരിക്കാം, എങ്കിലും എൻ്റെ ഉള്ളിൽ സ്നേഹം എനിക്ക് മിന്നൽവാളയുടെ ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മുടെ അതായത് ചേച്ചി സിംഗിങ് കരിയറിലാണ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴേലും, ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ കുറേ സ്ഥലങ്ങളിൽ സിംഗേഴ്സിനെ കണ്ടാവാം, അല്ലെങ്കിൽ മ്യൂസിക് ഷോസിന് പോകുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയും ആ ഒരു സിംഗിങ് കരിയർ രണ്ടാമത് കൊണ്ടുവന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട്സ് എവിടെയെങ്കിലുമൊക്കെ ഒരു റിഗ്രറ്റോ? ഞാൻ അങ്ങനെ ജനറലി റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിഗ്രറ്റ് അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് റിഗ്രറ്റ് വരാത്തതും. ഒന്നും അല്ലായി തീർന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്തതായിരിക്കാം. അങ്ങനെ ഒരു അവസ്ഥ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വന്നില്ല. പിന്നെ പാട്ട് ഇപ്പം ആരാ പാടാത്തേന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എല്ലാവരും പാട്ടുകാരാണ്. ഇതുമാത്രം സിംഗേഴ്സാണ്, അത് വെറും പാട്ടുകാരല്ല, വെറും വേറെ ലെവൽ സിംഗേഴ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. അവരുടെ ഇടയിലൊന്നും എനിക്ക് പോയി നിൽക്കാം, അവരുടെ ഇടയിൽ പോയി നിൽക്കാൻ കൂടി എനിക്ക് വയ്യ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിഷമവും തോന്നിയിട്ടില്ല. കാര്യം ഇന്ന് ഹൈലി ടാലൻറ്റഡ് സിംഗേഴ്സ് ഉള്ള ഒരു സമയമാണ് നമ്മുടെ നാട്ടിലൊക്കെ. അയ്യോ, റിയാലിറ്റി ഷോ ഒക്കെ കാണുമ്പോൾ ആലോചിക്കും, അയ്യോ ഇത് ആ ഏജ് എന്നൊരു സാധനം പോലും ഇല്ല. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും എന്ത് പാട്ടാണ് പാടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുമല്ല അതുപോലെ എക്സ്പോഷർ കിട്ടുന്നുണ്ട് അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലോകത്തെ എവിടെയുള്ള ആൾക്കാരിലേക്ക് നമ്മളുടെ ടാലന്റ് എത്തിക്കാൻ അത് പറ്റും. ബിക്കോസ് നമ്മളുടെ ടാലന്റ് അത്രയും നല്ലതാണ്, ഹൈലി ടാലന്റഡ് ആണെങ്കിൽ 100% ആൾക്കാർ നോട്ടീസ് ചെയ്യും. ശരി. അപ്പം അതുകൊണ്ട് ഇപ്പം പണ്ടത്തെ പോലെ ആർക്ക് ബുദ്ധിമുട്ടുമില്ല. പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പരിചയം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ വേണം. കാര്യം നമുക്കറിയില്ലല്ലോ, ഇവരൊന്ന് പോയി നേരിട്ട് കാണാനോ നമ്മളുടെ കഴിവ് എന്താണെന്നോ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാനോ കേൾപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ എന്താ ഉള്ള ഒരു മാർഗ്ഗം? അന്നൊക്കെ ഒന്നുമില്ല. പരിചയമുള്ള ആരോടെങ്കിലും പറയാ, എങ്ങനെയെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കുക, ഒന്ന് മീറ്റ് ചെയ്യുക, 2 പേര് പാടിക്കൊടുക്കുക, പിന്നെ ഭാഗ്യം അനുസരിച്ചാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല.
ഇന്നിപ്പം നമ്മളിപ്പോൾ എത്ര റീൽസ് സേവ് ചെയ്യുന്നുണ്ട് എന്ന് വേണമായിരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഇരുന്ന് കാണുന്ന നല്ല കിടലൻ സിംഗേഴ്സിൻ്റെ ഒക്കെ റീൽസ് ഒക്കെ ഇട്ട് സേവ് ചെയ്ത് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് ചെയ്യുമ്പോൾ ഈ വോയിസ് കൊള്ളാലോ എന്ന് പറയുമ്പോൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും. അതാണ് പറഞ്ഞത്, ഇപ്പം നമുക്ക് കോൺടാക്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ലല്ലോ, ഒരാളെ കണ്ടുപിടിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടില്ലല്ലോ, ഈസിലി കോൺടാക്ട് ചെയ്യാമല്ലോ. ആ ആക്ടേഴ്സിന്റെ കാര്യത്തിലും അതേപോലെ എത്ര പേരാ അല്ലെ റീൽസ് ഒക്കെ ചെയ്ത് ലൈക്ക് ഭയങ്കര ഫേമസ് ആയി. ഇപ്പൊ മലയാള സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോരുത്തരും ഇവര് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഞാൻ എവിടെ കണ്ടു, ഇവരെല്ലാവരും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുപരിചയമാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അത് സോഷ്യൽ മീഡിയയുടെ ഗുണം തന്നെ. ശരിയാണ്. Yeah. പിന്നെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. കേട്ടോക്കട്ടെ കഥ. ചേച്ചിയുടെ കഥയല്ല, പൊതുവെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്ത് കഥയാണ്? കേക്കട്ടെ കഥ. കുഞ്ഞു ഞാൻ curious ആയിരുന്നു. കഥയാ. ഈ സമന്തയുടെ സമന്തയുടെ അച്ഛൻ മരിച്ച സമയത്ത് സമന്ത എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഫാൻസ് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ സമന്ത അതൊന്നും, അതായത് ആ സങ്കടമൊന്നും കാണിക്കാതെ ഫാൻസിൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നൊടുത്തു, സെൽഫിക്ക് വേണ്ടി നിന്നൊടുത്തു എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ചേച്ചിക്ക് അതേപോലത്തെ നല്ല ഓരോ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതായത് ഫാൻസിന് ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ സംഭവം. അവരുടെയൊക്കെ ഫാൻസ് ലെവൽ വേറെയാ. ബട്ട് സ്റ്റിൽ UAE പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആണോ? ഇല്ലില്ല. എന്തിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവരാരും ഞങ്ങളുടെ റേഡിയോ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ തീരും ഞങ്ങളുടെ ജോബ്. അതെ. പിന്നെ എന്തിനാ അവരോട് ദേഷ്യം തോന്നണേ? മാത്രല്ല ഇവിടെ ഒന്നും ഒരിക്കലും അങ്ങനെ നമുക്കൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ആരും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പൊതുവെ. ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരു പ്രൈവസി റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇടിച്ചു കയറി അങ്ങനെ ഫോട്ടോ എടുക്കില്ല, അങ്ങനത്തെ പരിപാടികളൊന്നും പൊതുവെ ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ, അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്കൊക്കെ ഉണ്ടാവുന്ന അതാ പറഞ്ഞ അവരുടെയൊക്കെ ഫാൻസ് ലെവൽ, പിന്നെ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാർ അത് ടോട്ടലി ഡിഫറെൻറ്റാണ്. നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ അവരുടെ ആ ലെവൽ രണ്ട്. അതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അതുപോലെ നാട്ടിൽ ഒരുപാട് ഇപ്പം ലൈക്ക് മൂവി റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ എറണാകുളത്തൊക്കെ കാണാറുണ്ട്. അതുപോലെ ഉള്ള ആൾക്കാർ ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ പേരെടുത്ത് പറയാതെ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫാൻസ് മൂവി റിവ്യൂവേഴ്സ് നല്ല രസമായിട്ട് മൂവി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പക്ഷേ എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു രണ്ട് സൈഡ്. നമ്മള് നെഗറ്റീവ് സൈഡിനാണ് ചോദിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അതൊരു മോശം തന്നെയല്ലേ ആക്ച്വലി? ലൈക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തോ? അവർ നന്നായി സമ്പാദിക്കുന്നുണ്ട്, അവരുടെ ലൈഫ് പോകുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് UAE വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിനൊരു നോക്കിക്കാണില്ല? വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഓരോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണതും എന്ത് സംസാരിക്കണം എന്നുള്ളത് പറയുന്നതും അതിനെ ഫോളോ ചെയ്യണോ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ, അത് എന്റർടൈൻ ചെയ്യണോ എന്നുള്ളതിൻ്റെ അടുത്താണ് നമുക്ക് പോയിന്റ് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് ആരോടും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അവരവരുടെ രീതിയാണ്. ചിലവർ അങ്ങനത്തെ കോണ്ടന്റിലാണ് കൂടുതൽ തിളങ്ങുക. അതും ഒരു കഴിവ് തന്നെയാണ്, അങ്ങനത്തെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ആളുകളിൽ സംസാരം ഉണ്ടാക്കിപ്പിക്കുക, അത് ആക്ച്വലി ഈസി അല്ല. സത്യം, അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലവർ മിടുക്കാണ്, അവർക്ക് മിടുക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടന്റുകൾ കൊണ്ടുവരാനും ആ ഒരു സ്പാർക്ക് കൊണ്ടുവരാനും അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിലായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എൻഡ് ഓഫ് ദ ഡേ ഫോളോവേഴ്സ് കൂടുന്നുണ്ടോ, ഷെയർസ് കൂടുന്നുണ്ടോ, ലൈക്സ് ഉണ്ടോ, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ, ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണം. അവർക്ക് ഗുണം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരും ഫേമസ് ആവുന്നില്ലേ? അപ്പം അത് കാണാനും അതിനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ. അപ്പം പിന്നെ അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയണത് എന്തിനാ നമ്മൾ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വരാൻ പാടില്ല എന്നല്ല, വന്നാലും നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. അതെ, പക്ഷെ എനിക്ക് തീരുമാനിക്കുക ഞാൻ അതിനെ ഫോളോ ചെയ്യണോ ഫോളോ ചെയ്യണ്ടേ എന്നുള്ളത് മാത്രം. അത് എൻ്റെ ഡിസിഷൻ, അത് ഞാൻ ചെയ്യും. പിന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? എനിക്കൊക്കെ റിട്ടയർമെന്റ് ലൈഫ് എന്റെ പ്ലാനിൽ അങ്ങനെയൊക്കെയാ. ഞാനും ഹസ്ബൻഡും തമ്മിൽ ഞങ്ങളങ്ങ് ജീവിക്കണം, ഞങ്ങളങ്ങ് ട്രാവൽ ചെയ്യണം. മത്സരം ആരാണ് കൂടുതൽ സ്ഥലത്ത് പോകുന്നത്? അങ്ങനെ മത്സരമൊന്നുമില്ല. സന്ദീപനായിരിക്കും കൂടുതലും. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇച്ചിരി കൂടുതലുണ്ട്. ഹാപ്പി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാവൽ ചെയ്യുന്നതിന്റെ ഒരു കാര്യം പറയും. ഇപ്പം എത്രയൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നതും ഫ്രണ്ട്സ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതും രണ്ട് ഫീലാ. ഒരേ സ്ഥലത്ത് തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ. രണ്ട് വൈബായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുൾ ഫാമിലിയുടെ കൂടെ തന്നെ പോകണമെന്നല്ല, വർഷത്തിൽ ഒരു ഫാമിലി ഒരു ഫ്രണ്ട് ട്രിപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കുന്നത്. അല്ല, നല്ല കാര്യം. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടം. സൗത്ത് കൊറിയ പോയിട്ടുണ്ടായിരുന്നല്ലേ? അതെന്റെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്
കൊറിയ കാണുക എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ 20th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് എന്നാൽ 20th അല്ലേ ഒന്ന് കുറച്ച് സ്പെഷ്യൽ ആക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ സൗത്ത് കൊറിയയിലോട്ട് പോയി. എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഒരു 15 days 16 days ഉണ്ടായിരുന്നു ഞങ്ങൾ. ആൾക്കാർക്ക് പ്രായം ഗസ് ചെയ്യാനുള്ള ഒരു ക്ലൂവും കൂടി ഇട്ട് തന്നു, 20th വെഡിങ് ആനിവേഴ്സറി എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുൾ ഇട്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. കാൽക്കുലേഷൻ തുടങ്ങും 20th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ എത്ര? അതെ. ഈവൻ അതിപ്പം മകന്റെ കാര്യം പറയുമ്പോഴൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് DM അയക്കാറുണ്ട്. അവർ ചെയ്തോട്ടെ. ഒരുപാട് സിനിമയിൽ ഓഫേഴ്സ് കിട്ടിയിട്ട് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല. സിനിമ പണ്ട് തൊട്ട് തന്നെ, ഇപ്പം സിംഗാൻവിൻ ചെയ്യുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് പാടാനുള്ളതിനേക്കാളും കൂടുതലും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചെയ്തിട്ടില്ല. അതിപ്പോൾ അടുത്ത് പോലും ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി മൊത്തത്തിൽ ആക്ടിങ് ഫീൽഡിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അതിനെ കൺവിൻസ് ചെയ്ത് പോകാം എന്ന് തന്നെ വിചാരിച്ചാൽ അങ്ങനെ കൺവിൻസ് ചെയ്ത് പോകണം എന്നുള്ള പോലത്തെ ഓഫേഴ്സൊന്നും എനിക്ക് വന്നിട്ടില്ല ലൈഫിൽ ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഭിനയിച്ചിട്ടുമില്ല. കാര്യം ഞാൻ അങ്ങനെ കൺവിൻസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള വേർത്തായിട്ടുള്ള ഒരു നല്ല ഇതായിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വെറുതെ എന്തിനാ ഫോഴ്സ്ഫുള്ളി കൺവിൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് പോകുന്നതിനേക്കാളും ഭേദം. ആഗ്രഹിച്ചിട്ടുണ്ടോ അഭിനയിക്കാൻ? പണ്ടെൻ്റെ ആഗ്രഹം അഭിനയിക്കാനായിരുന്നു. ഇപ്പോൾ ചില റോളുകളൊക്കെ കാണുമ്പോൾ ഇത് ഞാൻ അഭിനയിച്ചായിരുന്നു. അയ്യോ, പണ്ട് എൻ്റെ ആഗ്രഹമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളായിരുന്നു കുട്ടിക്കാലത്തെ എൻ്റെ ആഗ്രഹം. പക്ഷേ അതൊന്നും നടന്നില്ല. അല്ല, ഇപ്പോൾ ഉള്ളത് അതിനെക്കാട്ടിലും അടിപൊളിയായിട്ടാണ് എനിക്കൊക്കെ ഫീൽ ചെയ്യണം. ബിക്കോസ് ലൈക്ക് ഒരു സൗണ്ട് വെച്ചിട്ട് ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ സംഭവം തന്നെ സൗണ്ട്. അതെ. തുടക്കത്തിൽ ഈവൻ ഞാൻ ടെലിവിഷനിൽ നിന്നാണല്ലോ റേഡിയോയിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എൻ്റെ സംസാരം ഒരു റേഡിയോയ്ക്ക് പറ്റുന്ന സംസാരമായിരുന്നില്ല. TV-യിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കാണുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മളുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, നമ്മളുടെ ഹാൻഡ് മൂവ്മെന്റ്. അപ്പം ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കണേ എന്നുള്ളത്. റേഡിയോ ആകുമ്പോൾ ഇതൊന്നുമില്ല, എല്ലാം വോയിസില്ല. അപ്പോൾ തുടക്കം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഈ സ്ലാങ് മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ ചേച്ചിയുടെ? നോർമൽ സ്ലാങ് അങ്ങനെയൊന്നുമില്ല? ഇല്ല. ഞാൻ പണ്ട് മുതലേ സംസാരിക്കുന്ന പോലെ തന്നെ എപ്പോഴും സംസാരിക്കാം. അതിനൊരു ട്രെയിനിങ് ഒന്നും എടുത്ത് അങ്ങനെ ഒന്നുമില്ല. ഞാനായിട്ട് സ്വന്തമായിട്ട് ഓരോരോ വാക്കുകൾ പറയുന്നതും ഒക്കെ ഞാൻ കുറച്ചൊന്ന് സൂക്ഷിച്ച് കുറേം കൂടി അക്ഷരസ്ഫുടതയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമായിരുന്നു. അത് പക്ഷെ നമുക്ക് അറിയില്ല നമ്മൾ സംസാരിച്ചിരുന്ന അങ്ങനെയാണെന്നുള്ളത്. കാര്യം നമ്മൾ TV-യിൽ ആൾക്കാർ നമ്മളെ മുഴുവനായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റേഡിയോയിൽ വന്നപ്പോഴാണ് നമുക്ക് തന്നെ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ കേട്ട് നോക്കൂല. അപ്പോൾ ഞാൻ അപ്പം അത് ഞാൻ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അതായത് ഞാൻ തന്നെ എഫേർട്ട് ഇട്ടു. അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റണം, കുഴഞ്ഞു പോവാതിരിക്കണം എന്നുള്ളത്. അത് കുറച്ച് കാലം നമ്മൾ ശ്രമിച്ച് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അത് ശീലാകും. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്ലാങ്ങിലൊന്നും നമുക്ക്, അല്ലെങ്കിൽ ഹിറ്റിൻ്റെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയിട്ടുള്ളതും അത് തന്നെയാണ്. ഞങ്ങൾ അന്നത്തെ പ്രോഗ്രാമിംഗ് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, തുടക്കത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത സമയത്ത് അതിനകത്ത് സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ എടുത്തത് എന്തിനാണെന്നറിയോ? നിനക്കൊരു പേഴ്സണാലിറ്റി എനിക്ക് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ്. നീ എന്തിനോണ്ട് ആ പേഴ്സണാലിറ്റി ഓണർ കൊണ്ടുവരുന്നില്ല? നീ എന്തിനാ വേറൊരാളാവാൻ ശ്രമിക്കുന്ന ഓണർന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ആലോചിച്ചു, ശരിയല്ലേ, ഞാൻ വേറെ ആരൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാര്യം എനിക്കറിയില്ലായിരുന്നു റേഡിയോയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. അതിൻ്റെ അടുത്ത് നീ എന്താണോ റിയൽ ആയിട്ടുള്ളത് ആ നിമ്മിയായിട്ട് നീ ഓണർ സംസാരിക്കുക. നീ ഭയങ്കര ബയോ റേഡിയോയിലാണ് ഞാൻ സംസാരിക്കുന്നത്, അതൊന്നും ചിന്തിക്കാണ്ട് നീ നിന്നെ പിടിച്ച് ഞാൻ ഇരുത്തിയതിനെ കാരണം അതാ, നിൻ്റെ ആ പേഴ്സണാലിറ്റി റേഡിയോയിലേക്ക് നല്ലതായിരിക്കും എന്ന് ഓർത്തിട്ടാണെന്ന് പറഞ്ഞു. അന്ന് തൊട്ടാണ് ഞാൻ വിചാരിച്ചത് ശരിയാ ഞാനായിട്ട് സംസാരിക്കാമെന്ന്. അത് ഹിറ്റിലെ എല്ലാ പ്രസൻറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ്. അവരുടെ പേഴ്സണാലിറ്റിയാണ് അവരുടെ ഓണർ റിഫ്ലക്ട് ചെയ്യുന്നത്, പേഴ്സണാലിറ്റി അല്ലാതെ രണ്ടല്ല. നിങ്ങളെല്ലാവരെയും ഓണറിൽ എങ്ങനെ കേൾക്കുന്നു, പുറത്ത് നേരിട്ട് സംസാരിക്കുമ്പോഴും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അവരവരാണ്. ചേട്ടനൊക്കെ കാണുമ്പോൾ റൂമിൽ കയറുമ്പോൾ ഫുൾ സൗണ്ട് ആണ്. എല്ലാവരും അതെ കേട്ടോ. എല്ലാ പ്രസന്റേഴ്സും അവരുടെ റിയൽ ലൈഫിൽ എങ്ങനെയാ അത് തന്നെയാണ്. അതുപോലെ ചേച്ചി അപ്പം നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പം ഇവരുടെ ഡ്രസ്സിങ് ലൈക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് നാടനായിരുന്നു. പഴയ ഫോട്ടോയ്ക്ക് കഷ്ടപ്പെട്ടു ഒരുപാട്. നാടനായിരുന്നു. അത് നല്ല എണ്ണയൊക്കെ തേച്ച് മറ്റേ കുളിപ്പിന്നൊക്കെ ഇട്ട് ചന്ദനമൊക്കെ തൊട്ടിട്ടുള്ള വളരെ നാടനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ വരുമ്പോൾ ഓരോ ഇവൻ്റൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അതെനിക്ക് എങ്ങനെയാ ഇപ്പം എന്ത് ഡ്രസ്സാണ് ഇടുക, ഇങ്ങനത്തെ ഡ്രസ്സായി കഴിഞ്ഞ് ചേരാന്നുള്ളതൊക്കെ. അതെന്നെ ഹെൽപ്പ് ചെയ്തത് നൈലയാണ്. തുടക്കം മുതൽ ഞാൻ നൈലെ വിളിക്കും, എപ്പോൾ പോയി ഞാൻ പറഞ്ഞു നൈല ഈ കളർ ചേരുമോ, ഈ ഡ്രസ്സ് ഇടാൻ പറ്റുമോ, ആ ഡ്രസ്സ് ഇടാൻ പറ്റുമോ,
എഗെയിൻ ഞാൻ നേരത്തെ റേഡിയോയിൽ സംസാരത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അതിനും ഞാനൊരു എഫേർട്ട് ഇടാൻ തുടങ്ങി. പിന്നീട് നമുക്ക് ഗൂഗിളിലൊക്കെ ഞാൻ പോയി സെർച്ച് ചെയ്ത് ഞാൻ ഓരോരുത്തരും ഡ്രസ്സ് ചെയ്യുന്ന രീതി, ഞാൻ ഓരോ ഇവൻറ്റുകൾക്ക് ഓരോരുത്തർ പോകുന്ന രീതി, ആക്ടേഴ്സ് ആയിക്കോട്ടെ ആക്ട്രസസ് ആയിക്കോട്ടെ എങ്ങനെയാണ് അവർ പോകുന്നത്, എന്താണ് അവരിടുന്നത്, അത് കണ്ട് പഠിച്ച് പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി. അതിലും എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളായി. ഇങ്ങനെ കാര്യം എനിക്ക് മറ്റേത് അറിയില്ല, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മോശമാകോ അല്ലെങ്കിൽ ചേരാണ്ടാകോ അങ്ങനെയൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാര്യം എനിക്ക് ആകെ അറിയാവുന്നത് നാടൻ ഡ്രസ്സ്, ചുരിദാർ, അതൊക്കെയുള്ളൂ. വേറെ സ്റ്റൈലായിട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് ഇടാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ജീൻസ് പോലും ഇടുന്നത് ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇടുന്നത്. അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. അതാ ഞാൻ പറഞ്ഞത്, അത് എൻ്റെ പ്രശ്നമാണ്. ഞാൻ 2 നടനായ ഒരു കുട്ടിയായതുകൊണ്ടാണ്. അതിൽ കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ചില ജോലികളിൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില ഡ്രസ് കോഡുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഇപ്പോൾ നാടനായ എന്താ അതിനെന്താ മോശം, അതുകൊണ്ടല്ല. നമ്മളൊരു ജോലിയിലേക്ക് വന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ ജോലി ഒരിക്കലും ചെയ്തില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ആ നാടനായ ആ നിമ്മി എന്നെ വീട്ടിൽ ഭർത്താവിനെയും കൊച്ചിനെയും നോക്കി ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ജോലിയിൽ വന്നതുകൊണ്ടും ജോലി ഡിമാൻഡ് ചെയ്തതുകൊണ്ടും ഞാൻ ആ ചേഞ്ച് കൊണ്ടുവന്നു. അല്ലെങ്കിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ. അപ്പോഴും എൻ്റെ ഒരു കംഫർട്ടബിൾ സോൺ വിട്ട് ഞാൻ പോയിട്ടില്ല. എൻ്റെ കംഫർട്ടബിൾ സോണിൽ തന്നെ നിന്നുകൊണ്ട് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിൽ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നു, ഹെയർ സ്റ്റൈൽ കുറച്ച് ഡിഫറൻറ്റ്, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇവിടെ ജോബിന് കയറിയ സമയത്ത് ലൈക്ക് ആൾക്കാരുമായിട്ട് വേഗം ജെല്ലായോ അതോ ടൈം എടുത്തോ, റാഗിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, ഞാൻ പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്ക് അങ്ങനെ പരിചയം വേണമെന്നൊന്നുമില്ല. ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തില്ല. പെട്ടെന്ന് കൂട്ടാവും. റാഗിങ് ഉണ്ടായിരുന്നു, പക്ഷേ അതല്ലാതെ എനിക്ക് കൂട്ടുകൂടാനുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരുമായിട്ടും പെട്ടെന്ന് കൂട്ടുകൂടുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്കങ്ങനെ ഒരു സംസാരത്തിന് ഒരു പ്രശ്നമേ അല്ല. ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന ആളാണ്. ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് അത് വിഷയം ഉണ്ടായില്ല. റാഗിങ് ഉണ്ടായിരുന്നു. ഇവരെ കുറിച്ച് എന്താ വിചാരിച്ചു അവർ, നിങ്ങൾക്ക് അറിയാലോ ടീമിന്. ഇപ്പോഴാണ് അവരൊന്നും ചെയ്യാത്ത. ഞാൻ തുടക്കകാലത്തൊക്കെ ഭയങ്കര റാഗിങ്ങിന്റെ ആൾക്കാരായിരുന്നു. ഞാൻ ഒരു ദിവസം മുഴുവൻ കരഞ്ഞിട്ടുണ്ട് റാഗിങ്. ഉണ്ട്. അന്ന് ഞാൻ ജാം വിത്ത് ഹിറ്റ് എന്ന് പറയുന്ന ഒരു ഷോ, ജോണിന്റെ കൂടെയാണ് ഞാൻ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിറ്റ് FM-ൽ. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 to 1 PM ആണ് ഞങ്ങളുടെ ഷോ. അപ്പോൾ ഞാനും ജോണാണ് ഷോ ചെയ്യുന്നത്. ഞാൻ ജോണിന്റെ കൂടെയാണ് ഓഫീസിൽ പോയിരുന്നതും. അന്ന് ഹസ്ബൻഡ് എന്നെ ഒരു പോയിന്റ് വരെ കൊണ്ടെത്തിക്കുക. അവിടെ നിന്ന് ഞാൻ ജോണിന്റെ കൂടെ വണ്ടി കയറി ഓഫീസിലോട്ട് പോകും. അപ്പം അന്ന് രാവിലെ ഞാൻ ഇങ്ങനെ വണ്ടി കയറിയപ്പോൾ തൊട്ട് എന്ന് പറഞ്ഞു, അതേ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഒരു കോമ്പിനേഷൻ ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, നിൻ്റെ പ്രസൻറ്റേഷൻ അത്ര അങ്ങോട്ട് പോരാന്നുള്ളത് കൊണ്ട് സ്പോൺസർ അവർ ക്യാൻസൽ ചെയ്തു, നമ്മുടെ ഷോയുടെ സ്പോൺസർഷിപ്പ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്നൊരു TV പ്രസൻറ്റർ ആയിരുന്നു. അപ്പം എത്ര ഈഗോ ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഉള്ളു ഹേർട്ടാവില്ല. അതായത് ഇച്ചിരി ടെലിവിഷനിൽ ഇത്രയും അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു പ്രസൻറ്റർക്ക് റേഡിയോയിൽ ഒട്ടും അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അപ്പം ഞാൻ നല്ലൊരു പ്രസൻറ്റർ അല്ല, നമ്മളങ്ങ് ഉള്ളു നമുക്കിങ്ങനെ തീ ആളി കത്തുവരുന്നേ. അപ്പം തൊട്ടേ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണ്. അപ്പോഴും എനിക്കങ്ങ് വിഷമം തട്ടി. അപ്പോൾ ജോൺ പറഞ്ഞു, സാറിൽ എനിക്ക് കരഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല, നമുക്ക് അജിത് സാറ് സംസാരിക്കും, നീ പേടിക്കണ്ട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവർ മീറ്റിങ്ങിന് വരുന്നുണ്ട്, മീറ്റിങ്ങിൽ സംസാരിച്ചിട്ട് തീരുമാനിക്കും എന്താണ് എങ്ങനെയാണ് വേണ്ടത് ഇനി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഷോയുടെ ഇടയിലിരുന്ന് കരയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. 12 മണി കഴിഞ്ഞപ്പോഴേക്കും മീറ്റിങ്ങിന് ആൾ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഏതോ ഒരാൾ സ്പോൺസർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് റൂമിൽ എല്ലാവരും ഇങ്ങനെ ചുറ്റിനും നിൽക്കുക, ഭയങ്കര ഡിസ്കഷൻ ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കരയോ, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എന്നെക്കുറിച്ചാണല്ലോ ഈശ്വര പ്രസൻറ്റേഷൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ, ഫ്രാങ്ക് ആയിരുന്നേ, എനിക്ക് അതുകൂടി കേട്ടപ്പോണ്ടല്ലോ ഞാൻ കുറച്ചുകൂടി കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങൾ കരപ്പിക്കാൻ പാടില്ലായിരുന്നു, എപ്പോഴേലും എന്നെ അടുത്ത് പറയേണ്ടത്. ഇവരുടെ ഏതോ കോമൺ ഫ്രണ്ട് ആയിരുന്നു പണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു കൊണ്ടുവന്നതാ, ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അങ്ങനെ നല്ല കാര്യമായിട്ട് റാഗ് ചെയ്തിട്ടുണ്ട് എന്നെ. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിടായിരുന്നു. അന്നേ കാലത്തില് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയി പോയാൽ ഇതൊക്കെ മില്യൺസ് ആൻഡ് മില്യൺസ് ഇപ്പൊ അതൊന്നുമില്ല. എന്റെ ഭാഗ്യം, അന്നൊന്നും അതുണ്ടാവാറില്ല. അങ്ങനെ കുറച്ചും കൂടി കഥ പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇരുന്ന് കരഞ്ഞു പോയത്. ഭയങ്കരമായിട്ട് കരയിപ്പിച്ചിട്ടുണ്ട്, ഒരു ദയില്ലാതെ കരയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഇത്രയും കരയുമ്പോഴെങ്കിലും ഒരു മനുഷ്യർ അവര് തോന്നൂലെന്നാ, വേണ്ട വിട്ടേക്ക. ഫുൾ ആ കംപ്ലീറ്റ് സ്റ്റോറി പ്ലാൻ ചെയ്ത പോലെ. ഡൗട്ട് ഒന്നും തോന്നിയില്ല? ഇല്ല, അതല്ല എന്റെ പ്രശ്നം. അതുകൊണ്ടാണല്ലോ അവർ ഇത്ര ഭംഗിയായിട്ട് ചെയ്തത്. ഞാനായതുകൊണ്ട് എന്നെ പറ്റിക്കാൻ ഭയങ്കര ഈസിയാ. ഞാൻ പെട്ടെന്ന് കൺവിൻസ്ഡ് ആവുന്ന കൂട്ടത്തില. എന്നെ കൺവിൻസ് ചെയ്യാൻ ഈസിയാ. കൺവിൻസിംഗ് സ്റ്റാർ
അതാണ് അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തതാ. എന്നാൽ എനിക്ക് അത് എന്താ അന്ന് അങ്ങനെ അത്രയൊക്കെ ഉള്ളു. ഇന്നും അതേട്ടാ, അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് മിഥുൻ ഒന്ന് സീരിയസ് ആയിട്ട് 2 മിനിറ്റ് സംസാരിച്ചാ ഞാൻ വിചാരിക്കും സത്യമാണെന്ന്. സത്യാന്ന് വിചാരിച്ചു കൂട്ടത്തില്. എനിക്കൊന്നും ഇതിനും ജോണോ അതിൽ എക്സ്പെർട്ട് എന്ന് തോന്നല്ലേ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ. ഭയങ്കരമായിട്ട് നൈല എല്ലാവരും അത് ഫുൾ ഗ്രൂപ്പ് അതാണ്. അയ്യോ ഫുൾ ഗ്രൂപ്പാണ്. എന്നിട്ട് പണ്ട് ഞാൻ വന്നതിന് ശേഷം അവിടെ ഫ്രീലാൻസറായിട്ട് വരുന്നവരൊക്കെ ഇതുപോലെ തന്നെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് എന്നെ കൂട്ടണ്ടെന്ന് പറയാം അജിത് സാർ. കാരണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പാവല്ലോ പോട്ടെ മതി നമുക്ക് നിർത്താം എനിക്ക് അങ്ങനെ തോന്നും. പാവല്ലോ. പക്ഷെ അവര് ഭയങ്കര സംഭവങ്ങളാണ്. പ്രാങ്കിന് പറ്റിയ ആൾക്കാരവര്. ചേച്ചി ചെയ്യാറുണ്ടോ പുതിയ ആൾക്കാരെ വരുമ്പം സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇതിലൊക്കെ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അവര് വല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാണുമ്പോൾ എനിക്കങ്ങ് അതാണ്. പക്ഷെ എനിക്കിങ്ങനെ കാണുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കുറച്ചേരൊക്കെ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ സാരില്ല പോട്ടെ വിട്ടേരെ വെറുതെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു. ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്നിട്ട് അതുകൊണ്ട് എനിക്ക് വേദന അറിയാതൊക്കെ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ഒരു പാവാണല്ലോ ആക്ച്വലി. അയ്യോ അത്ര പാവൊന്നുമല്ല. അല്ല ചില കാര്യങ്ങളിൽ വരും. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ വീക്ക്നെസ്, അത്രേ ഉള്ളൂ. ചേച്ചി അമ്മ നന്നായി കുക്ക് ചെയ്യുന്നൊക്കെ കേട്ടു. ഒരു എല്ലാ അമ്മമാരും കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. മറ്റേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചേച്ചിനെ ശ്രദ്ധിച്ച തന്നെ നാട്ടിൽ നിന്നാണ് ഞാൻ വീഡിയോ കാണുന്നത്. അമ്മയുടെ കുക്കിംഗ് വ്ളോഗ് എന്തോ സംഭവം, അങ്ങനെ ഒരു സംഭവത്തിനാണ് കണ്ടത്. ഇതായിരുന്നു ചക്ക മറ്റേ മാങ്ങ പിഴിഞ്ഞിട്ടുള്ള മാമ്പഴക്കഞ്ഞി സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഞാൻ എന്നിട്ട് വിചാരിക്കും എന്നെ അമ്മ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പിന്നെ നമ്മളവിടെ പോയി പറഞ്ഞു. എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഞാൻ ഭയങ്കര സ്കൂളിൽ പഠിക്കുന്നത് ഭയങ്കര മെലിഞ്ഞിരുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ മെലിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോടൈപ്പ്. അത് വണ്ണം വെക്കണം അന്ന്. കുറച്ചുകൂടി ഒന്നുമില്ല, ആരോഗ്യമില്ല. അപ്പോൾ ഈ അമ്മമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവധി സമയത്ത് നമ്മുടെ നാട്ടിൽ അവധി ആകുമ്പോഴാണല്ലോ മാമ്പഴ സീസണാണല്ലോ. അപ്പം നിറച്ച് ഞങ്ങൾ പറമ്പിലൊക്കെ നിറയെ മാവുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ കുഞ്ഞു മാങ്ങ ഉണ്ട്, അതിങ്ങനെ പഴുത്ത് താഴേക്ക് വീഴും. അപ്പോൾ അമ്മമ്മ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ നല്ല മാമ്പഴം, കേടില്ലാത്ത മാമ്പഴമൊക്കെ എടുത്ത് വെച്ചിട്ട് തലേ ദിവസം കഞ്ഞി, അടുത്ത ദിവസം രാവിലെ പഴങ്കഞ്ഞിയാണെന്ന് പറയാം. പഴങ്കഞ്ഞിയിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും മാമ്പഴവും തൈരും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിഴിച്ച് തരും. ചില ദിവസങ്ങളിലെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും എന്നാണ്. എനിക്കറിയില്ല എന്തായാലും അന്നുണ്ടായിരുന്നില്ല. ഗുണമൊക്കെ ഇപ്പോഴത്തെ ശരീരം കാണിക്കുന്നുണ്ട്. അന്നത്തെ കഴിച്ചത് അന്നൊന്നും ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അന്ന് എനിക്ക് എൻ്റെ അമ്മ എന്നിട്ട് ഇതുപോലെ അതാ പറയണ അമ്മ പറയാ തെറ്റിദ്ധാരണകൾ. ഇന്ന് പറയും റാഗി കഴിച്ച് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവരോട് റാഗി ദോശ റാഗി ഇതൊക്കെയല്ലേ. പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ഞാനൊരു 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തും കൂടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് റാഗി കുറുക്കി വെക്കും അമ്മ കഴിച്ചിട്ട് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അത്ര കണ്ട് മെലിഞ്ഞതായിരുന്നു സ്കൂളിൽ പഠിക്കാൻ. എനിക്ക് എപ്പോഴും അസുഖമൊക്കെ വരുന്നതുകൊണ്ട് അമ്മയുടെ വിചാരം ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് വിചാരിച്ചിട്ട് എങ്ങനെയും വണ്ണം വെപ്പിക്കണം എന്നുള്ളതുകൊണ്ട് അമ്മയും കൂടി ഞാൻ പറഞ്ഞു ഇതിന്റെ ഒക്കെ കാരണം അമ്മയാണ്. പണ്ട് നിങ്ങൾ എന്നെ കഴിപ്പിച്ചിട്ട് റിസൾട്ട് ഇപ്പോഴാണ്, അന്ന് ഇപ്പൊ എന്റെ ശരീരം വെറുതെ ഒക്കെ വണ്ണം വെക്കുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ ഈ പഴങ്കഞ്ഞി കഞ്ഞിയൊക്കെ തന്നയക്കും. കാരണം അസംബ്ലിക്ക് നിന്ന് ഞാൻ തല ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു സ്കാം ആയിരുന്നു. ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. അതാ പറഞ്ഞ അപ്പൊ ആ കാലഘട്ടത്തിൽ കഴിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം മറന്നേ പോയി. പക്ഷെ കയ്യിൽ കുറെ മാമ്പഴം കിട്ടിയപ്പോഴാണ് ഞാൻ അമ്മ പണ്ട് അമ്മമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അത് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ കണ്ടൊരു വീഡിയോ ആയിരുന്നു. കുറേ ആൾക്കാർ ഫേസ്ബുക്കിലും ഒരുപാട് മില്യൺ വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് റീച്ച് കിട്ടിയായിരുന്നു. കുറെ പേര് അമ്മയെ തിരിച്ചറിയാൻ തുടങ്ങി അതിനുശേഷം. അതെ കുറെ പേര് അതിനുശേഷം അമ്മയെ തിരിച്ചറിയും. ഇപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴും അമ്മയെ തിരിച്ചറിയുന്നുണ്ട്. അതെന്താ കണ്ടിന്യൂ ചെയ്യാത്തത്? അത് അതിടയ്ക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ചിലപ്പോ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെ. അങ്ങനെയില്ല. അമ്മ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും എന്റെ കൂടെ നിൽക്കുന്ന ആളാ. ആൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരലോ അല്ലെങ്കിൽ ഫേസ് കാണിക്കലോ അങ്ങനെ സീനുള്ള ആളാണോ അതോ ഒന്നുമില്ല? ഭയങ്കര സന്തോഷാ. എയർപോർട്ടിലൊക്കെ ഞാനില്ലാത്ത സമയത്ത് അതിൽ മനസ്സിലാക്കി നിമ്മു എന്നെ ഒരാളൊന്നും ചോദിക്കാ നിമ്മിയുടെ അമ്മയല്ലെന്ന്.
ഞാൻ പറഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞു നീമോ, ഭയങ്കര സന്തോഷം തിരിച്ചറിയുന്നതൊക്കെ. അവിടെ ഹസ്ബൻഡും അമ്മയും തമ്മിൽ ആ മത്സരമാണ്. ഹസ്ബൻഡ് ഏതുനേരം കളിയാക്കും മമ്മീനെ. അതുകൊണ്ട് ആരെയാണ് തിരിച്ചറിയാം, ആർക്കാ കൂടുതൽ വ്യൂസ്. അവര് തമ്മിൽ അങ്ങനെ 2 ഫോളോവേഴ്സ് പുതിയത് കിട്ടി എനിക്ക്. നല്ല രസം അവിടുത്തെ കണക്ക് കുറച്ച്. സന്ദീപ് എങ്ങനെ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ ഭയങ്കര ആഗ്രഹം? മടിയാണ്. ആൾക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ചിലത്തിനൊക്കെ ഇഷ്ടമാണ്. എനിക്കും കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ ഏതാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യക്കേടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന് നോ പറയുമ്പോൾ അത് യെസ് പറയും, യെസ് പറയുന്നു കേൾക്കുന്നത് നോ പറയും. പക്ഷെ എങ്കിലും കുറച്ചൊരു മടിയുള്ള ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാന്നൊക്കെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ചാൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇപ്പം ഇത്രയും ക്യാമറയൊക്കെ വെച്ചിവിടെ ഇരുത്തി കഴിഞ്ഞില്ല, കഴിഞ്ഞ് തീർന്ന്. പിന്നെ മിണ്ടോന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇപ്പൊ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് എൻ്റെ കൂടെ കൂടി. എങ്കിലും അമ്മയുടെ പോലെയല്ല. അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ പ്ലീസ് അമ്മ ഒന്ന് വാ, അമ്മ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വരാന്ന് പറയും. നമുക്ക് കൊണ്ടുവരാം സന്ദീപ് ഒരു ദിവസം. അതെ, എനിക്ക് തോന്നുന്നു അടുത്ത ഷോയിൽ ശരിക്കും കൊണ്ടുവരണം. അവസാനം ഞാൻ ഒരുമിച്ച് എനിക്കൊരു യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അന്നൊന്നും മിണ്ടാതിരുന്നിട്ട് ഞാൻ ഫുൾ മിണ്ടി. അവസാനം സന്ദീപിനോട് സംസാരിക്കുന്ന ഒരു അവസരം കൊടുക്കൂ. എല്ലാവരും കൂടി ഇതെന്താണ് ഭർത്താവിനൊന്നും മിണ്ടാൻ അവസരം കൊടുക്കും. എവിടെ എൻ്റെ അടുത്ത് പറഞ്ഞതരോ, നീമു പറഞ്ഞാൽ കേട്ടാ പ്ലീസ്, ഞാൻ അവിടെ വെറുതെ ഇരുന്നോളാം പ്ലീസ്. അല്ല ഇരിക്കുന്ന ആദ്യമേ പറഞ്ഞ് ഇരിക്കുന്നേ ഇല്ല എന്നാ. അല്ല ആദ്യം ഇരുന്നിട്ടില്ല, പിന്നെ അത് ഇരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇത് കാണിക്കുന്ന വീഡിയോ അദ്ദേഹത്തിന്റെ കളക്ഷൻസ് ആണ്. പക്ഷെ സ്ക്രീനിൽ വരാൻ താല്പര്യം അവര് നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാ. അപ്പൊ എന്റെ അടുത്ത് വന്ന് ഇരുന്നേ ഉള്ളൂ. സംസാരിച്ച മുഴുവൻ ഞാനുമാണ്. പക്ഷെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അവര് വിചാരിച്ചത് എന്താണ്, ഒരു അക്ഷരം മിണ്ടാൻ പോലും ആ ഭർത്താവിന് അവസരം കൊടുക്കാത്ത. സന്ധ്യയുടെ പറഞ്ഞ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇരിക്കേയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഞാനുണ്ട് സ്ക്രീനിൽ നിന്ന്. കാര്യം അറിയില്ലല്ലോ, ഇങ്ങനെ എടുക്കാണല്ലോ. സന്ധ്യയുടെ അറിയില്ല, സന്ധ്യയുടെ ഫോക്കസ് ചെയ്യണ എന്റെ മുഖത്താണെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ സന്ധ്യയുടെ ഇങ്ങനെ സൈഡിൽ ഒന്നും മിണ്ടാതെ കുറെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കി. അപ്പൊ ഇച്ചിരി ഒന്ന് ഇത് ഇഷ്ടക്കേട് വന്ന് ഞാൻ പറഞ്ഞു മേലെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞു. അതെ അതെ അതെ, നമുക്ക് അടുത്ത സന്ദീപ് സംസാരിക്കുന്ന അവസരം ഞങ്ങളുമായിട്ട് കൂടി കഴിഞ്ഞാൽ സെറ്റാണ്. ഞാനാണ് ക്യാമറ ഇൻവിസിബിൾ ആവേണ്ടി വരും. ക്യാമറ വരുമ്പോ അതെല്ലാവർക്കും പറ്റണ കാര്യമല്ലല്ലോ, വളരെ കോൺഷ്യസ് ആവും. അതുകൊണ്ടാണ് ഈ UAE പറ്റി. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ മറ്റേ തിരികെ ഞാൻ വരുമെന്ന് ഞാൻ പാട്ടുപാടി കഥ പറയണ പോലെ ഉണ്ടാവും, നല്ല സഹിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്റ്റീരിയോ ടൈപ്പ് പാട്ടുകളുണ്ടല്ലോ, UAE മലയാളി, പ്രവാസി മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ. ചേച്ചിയുടെ മനസ്സിൽ ലൈക്ക് ഇങ്ങനെ UAE പറ്റി ആലോചിക്കുമ്പോൾ മലയാളം സോങ്സിൽ ഏതാണ് ഒരെണ്ണം വരുന്നത്, അതൊന്നും ഞങ്ങൾക്ക് പാടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്ന് കുറെ വർഷമായില്ലേ, അതുകൊണ്ട് തന്നെ പ്രവാസി എന്നുള്ള ചിന്തയൊക്കെ പോയി. അതാണ് സത്യം. ഇപ്പൊ പറയുമ്പോൾ ഞാൻ ഇന്നേ വരെ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ. പ്രവാസി നമ്മുടെ നാട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് കൂടുതലും തോന്നുന്നത്. കാര്യങ്ങൾ നമ്മൾ ചില വാർത്തകൾ പറയുമ്പോൾ പ്രവാസികൾ എന്ന് ടേം യൂസ് ചെയ്യുമെങ്കിലും ആ നാട് വീട് എന്നുള്ള ആ ഒരു ഡിഫറൻസ് നമുക്കുണ്ട്. അത് മാറി, അത് പോയി. ഓൾമോസ്റ്റ് ഇപ്പൊ ഇതിന്റെ 21st ഇയർ ആണ്. നാട്ടിൽ പോകുമ്പോഴാണ് പ്രവാസി ഫീൽ ചെയ്യുന്നത്. കറക്റ്റാ പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് ഞാൻ പ്രവാസിയാണെന്ന് തോന്നുക. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നാട്ടിലെ പല കാര്യങ്ങളും എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇന്നലെയും കൂടി ഞങ്ങൾ ഓൺ എയർ സംസാരിച്ചപ്പോൾ എന്തോ ഈ സിനിമ ടിക്കറ്റിന്റെ റേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ ശരിക്കും സിനിമ നാട്ടിലൊക്കെ എത്രയായിരിക്കും അല്ലേ ടിക്കറ്റ് റേറ്റ്? അറിയില്ല, എനിക്കറിയില്ല. 120 ആണോ? അപ്പൊ ഒന്നേല്ലോ 120 ആണല്ലേ? 120, 150. ഓക്കെ, അറിയില്ല. കാര്യം നമ്മള് ഇപ്പൊ ഞാൻ കണ്ടിരുന്ന ഒരു സിനിമ, പക്ഷെ അപ്പോഴും ഞാനല്ല ടിക്കറ്റ് എടുത്തത്, എന്റെ ബ്രദർ എടുത്ത്. അപ്പൊ നമ്മൾ അറിയില്ലല്ലോ, അങ്ങനെ കുറെ കാര്യമുണ്ട് നമുക്ക് അറിയാത്തത്. ഇപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എവിടെ പോകണം, ആരെ വിളിക്കണം, എന്താ ചെയ്യണ്ടേ എന്ന് നമുക്കറിയാം. പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ സത്യം ഒന്നും അറിയില്ല. ഇപ്പൊ ഒന്നാമത് റോഡ് മുഴുവൻ മാറിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഓട്ടോ ഡ്രൈവറിന് വഴി പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. കാര്യം എനിക്ക് തന്നെ അറിയില്ല, ആ റോഡിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാനൊരു പ്രവാസിയാണല്ലേ. ഇവിടെയാണ് രാവിലെ നമ്മൾ അപ്ഡേറ്റ് ഈ റോഡ് ക്ലോസ്, അത് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന്, അത് എങ്ങനെ സോർട്ട് ചെയ്യണമെന്ന് അറിയാം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഫോൺ ചെയ്യും, ചേച്ചി ഇതെവിടെ ചെയ്യാൻ പറ്റുക, ഇതെവിടെ കിട്ടുക, ഇത് വന്നല്ലോ, ഇനി നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ ഒന്നും അറിയില്ല നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ.
അങ്ങനെ ഒരു അപ്പോഴേ ഞാനൊരു പ്രവാസിയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടാറില്ല. കുറെ കാലമായതുകൊണ്ട് നമ്മളെ നാട്ടിലിരുന്ന് നമ്മൾ സംസാരിക്കണം എന്നുള്ളൊരു തോന്നല അവർ. അതുകൊണ്ട് എനിക്കൊരു പാട്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ നാട്ടിലേക്കാളും നമുക്ക് ആൾക്കാർ കൂടുതലുള്ളത് ഇവിടെയാണ്, പരിചയക്കാർ കൂടുതൽ ഇവിടെയാണ്, എല്ലാവരും ഇവിടെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇതാ നാട് പോലെ ഫീൽ ചെയ്യുന്നു പലപ്പോഴും. ശരിക്കും അതെ, 20-21 വർഷം ആകുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫീലിൽ എനിക്കൊരു പാട്ട് വരാനില്ല. അതായത് നാട്ടിൽ ജീവിച്ചേക്കാളും കൂടുതൽ ഇപ്പോ ഇവിടെയാണ് ജീവിച്ചല്ലേ ശരിക്കും നോക്കുവാണെങ്കിൽ. എന്റെ കേസിൽ എക്സാക്ട്ലി അതെ, നാട്ടിൽ നിന്നേക്കാളും കൂടുതൽ ഇപ്പൊ ഇവിടെ നിന്ന്. അപ്പൊ എന്നെ ശരിക്കും നാട് ഇത് തന്നെയാണ്. പാട്ട് അങ്ങനെ കണക്ട് ചെയ്യാണ്ട് ചുമ്മാ ഒരു പാട്ട് പാടിക്കോന്ന് പറ. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ, സീനില്ല. ഏതേലും ഒരു പാട്ട്. ചേടാ പെട്ടുപോയി. എനിക്ക് എപ്പോഴുള്ള പ്രശ്നം. എന്നാ കുറെ പാട്ട് പാടാൻ അറിയോ അതുമില്ല. വെള്ളി നില തുള്ളികളോ കൺപീലിൽ തില്ലലിയും ചന്ദനമോ പൊൻതൂവലിൽ വിലോലമാം പൂമഞ്ഞിൽ തലോടലായി പാടാൻ ഏതോ പ്രിയഗീതം. വെള്ളി നില തുള്ളികളോ കൺപീലിൽ തില്ലലിയും ചന്ദനമോ പൊൻതൂവലിൽ. പ്രവാസികളായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. ഇത് സിംഗപ്പൂർ പ്രവാസിയാണ്, കുഴപ്പമില്ല. എന്റെ മനസ്സിലെന്തോ വെള്ളി നില പാട്ട് വന്നുകൊണ്ട് പാടി. നല്ലതായിരുന്നു ചേച്ചി, നല്ല രസമുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് പറഞ്ഞ പോലെ. സത്യം ആ ശ്വാസം കിട്ടാനായിട്ട് ഷൂട്ട് ചെയ്താ. ലാലേട്ടന് മുമ്പ് പോയപ്പോ നിമിക്കുണ്ട് അതേ അവസ്ഥ. ഞാൻ ആ ഒരു സാധനത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതൊക്കെ ഇല്ല, സത്യം അടിപൊളിയായിരുന്നു. താങ്ക് യു. സത്യം. പോഡ്കാസ്റ്റിൽ അമ്മേനെ ഇൻക്ലൂഡ് ചെയ്യണം പറഞ്ഞു. ഞാൻ ഇതുകൂടെ അപ്പോ ആ ഒരു ഭയങ്കര ഫ്ലോയിൽ അങ്ങോട്ട് പോയല്ലേ, സമയം തീർന്നത് അറിഞ്ഞില്ല. ആക്ച്വലി സമയമായി, 1 മണിക്കൂറായി. വണ്ടർഫുൾ. എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും പറഞ്ഞോ നമ്മള്? എനിക്കറിയില്ല. പറയല്ല ചെയ്ത് ഞാൻ സംസാരിച്ചില്ല. കോട്ടാക്കിട്ട് കഴിഞ്ഞ. അപ്പോ ദാറ്റ്സ് ഇറ്റ്. നല്ല രസമുണ്ടായിരുന്നു ചേച്ചി. നല്ലൊരു താങ്ക് യു. ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിക്കണ പോലെ, എനിക്ക് പുതിയ ഒരാളോട് സംസാരിക്കണ പോലെ ഫീൽ ചെയ്തില്ല. താങ്ക് യു സോ മച്ച്. സാധാരണ എല്ലാരും കാണുമ്പോൾ കുറച്ച് എനിമിയെ പോലെ നോക്കിയിട്ട് സംസാരിക്കാറുണ്ട്. സുഹൃത്തിനെ പോലെ കണ്ട് സംസാരിച്ചു. അപ്പോ അണ്ടർ അറസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് അല്ലേ? അതെ, അണ്ടർ അറസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. പിന്നെ മറ്റേ ബെല്ല്, സ്കൂളിൽ മാത്രമല്ല നമുക്ക് ഇവിടെ ബെല്ലൈക്കണുണ്ട്, അതൊക്കെ അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക. വളരെ ഫ്രഷ്, ചിലതൊക്കെ ഫ്രഷ് ഐറ്റംസ് വരുന്നുണ്ട്. 1 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ അത് ഓണായി വരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. എല്ലാ ഒരു അനുഗ്രഹങ്ങളും നമുക്ക് തരണം. നമ്മൾ പുതിയതാണെന്നറിയാം, പക്ഷെ ഇനി മുതൽ നിങ്ങളുടെ മനസ്സിൽ കുറെ എപ്പിസോഡുകളായിട്ട് അണ്ടർ അറസ്റ്റ് വരുന്നുണ്ടായിരിക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ 50ാമത്തെ എപ്പിസോഡിൽ വീണ്ടും നിമ്മി തിരിച്ചു വരുന്നതായിരിക്കും അല്ലേ? 50 എപ്പിസോഡ് വരെ ഞാൻ പ്രതീക്ഷിക്കണ്ടല്ലേ? 50 എപ്പിസോഡ് വരെ വിളിക്കും. പിന്നെ ശല്യമായി എന്ന് പറയരുത്. അപ്പൊ പിന്നെ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ 1, 25, 50, 100 എന്ന് സൂപ്പർ ആവട്ടെ. അണ്ടർ അറസ്റ്റ് ഈ ചെയറിൽ ഒരുപാട് വേറെ ആർട്ടിസ്റ്റുകൾ ഇനി വന്ന് ഞാനിരുന്ന് യൂട്യൂബിൽ കാണാം. പേരെങ്ങനെയുണ്ട് ചേച്ചി? ഇഷ്ടപ്പെട്ടു എനിക്ക്. അണ്ടർ അറസ്റ്റ്. ഒരു അറസ്റ്റ് ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ഒരു സംഭവം. സത്യം പറയടാ, ഫീൽ പറയിപ്പിക്കണം. അപ്പൊ അത്രയുള്ളൂ. താങ്ക്സ്. അത്രയുള്ളൂ. നമ്മള് എന്റെയാണ് തോന്നരുത്. ആക്ച്വലി ഇല്ല, എന്റെ ആണ്. ബിക്കോസ് ഇത് എന്റെ ചായ കുടിക്കാണ്ട്. ചായ കുടിക്കാൻ പോണം. ശരി, ചായ വാങ്ങിച്ചു തരും. ഓക്കെ, ശരി ഗൈസ്, ബൈ.